Hi, hello, welcome to yet another video of Garage 51. നമ്മുടെ ഷോപ്പിൽ 2010 മോഡൽ ബുള്ളറ്റ് 350 വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നത്. ഗിയർ വീലും അതുപോലെ തന്നെ കേസും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് അസംബ്ലി, അതായത് ഇതൊന്നും നമുക്ക് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഒട്ടും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബ്രാൻഡ് ന്യൂ ഗിയർ ബോക്സ് ആണ് കേട്ടോ ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ടാങ്ക് റിമൂവ് ചെയ്തു, പിന്നെ നമ്മൾ സൈലൻസർ റിമൂവ് ചെയ്തു, പിന്നെ നമ്മൾ ബെൻ പൈപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോണും കാര്യങ്ങളൊക്കെ അഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗിയർ വീലും കേസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഒട്ടും തന്നെ പറ്റാത്തതുകൊണ്ട് ബ്രാൻഡ് ന്യൂ ആണ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടപ്പോൾ 1-2 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്താ റോയൽ എൻഫീൽഡ് മെക്കാനിക്സിന് ഗിയർ ബോക്സ് ക്ലിയർ ചെയ്യാൻ പറ്റില്ലേ, അതോ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്ക് എന്താ വണ്ടി ഓടിക്കാൻ അറിയില്ലേ എന്നൊക്കെ. അപ്പോൾ റോയൽ എൻഫീൽഡ് തന്നെയാണ് ബ്രാൻഡ് ന്യൂ ഗിയർ ബോക്സ് അസംബ്ലി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിന് കംപ്ലയിൻറ്റ് വരും, ഒട്ടും റിപ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സ്പെയറിന് അവർ സെപ്പറേറ്റ് ഇറക്കുന്നത്. പിന്നെ വണ്ടി ഓടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് വണ്ടി ഓടിക്കുന്ന ആൾക്ക് തന്നെ അറിയുള്ളൂ. ആൾ ഹാർഷായിട്ടാണോ സ്മൂത്തായിട്ടാണോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതെന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഒട്ടും തന്നെ ഗിയർ ബോക്സ് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആ റിപ്പയർ ചെയ്യുന്ന എക്സ്പെൻസും അതിൻ്റെ ലൈഫും നോക്കുമ്പോൾ നമുക്ക് ബ്രാൻഡ് ന്യൂ ഗിയർ ബോക്സ് ആണ് നല്ലത് നമ്മൾ കസ്റ്റമറിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം നോക്കി പുതിയത് തന്നെ വെക്കാമെന്നുള്ള ഇത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് നമ്മൾ എൻജിനും കൂടി അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗിയർ ബോക്സ് മാത്രമായിട്ട് നമ്മൾ എൻജിനിൽ ഡിറ്റാച്ച് ചെയ്യാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. ഇനി നമ്മൾ ബ്രാൻഡ് ന്യൂ ഗിയർ ബോക്സ് അൺബോക്സ് ചെയ്യാണ്. റോയൽ എൻഫീൽഡിൻ്റെ സ്പെയറിൽ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇതാണ് നമ്മുടെ ബ്രാൻഡ് ന്യൂ ഗിയർ ബോക്സ് അസംബ്ലി. ഇനി നമ്മളിത് എൻജിനിലോട്ട് അറ്റാച്ച് ചെയ്യാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗിയർ ബോക്സൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല അറിയുന്ന സ്റ്റാഫ് തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മളെ സ്റ്റാഫ് വെൽ നോൺ സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ റോയൽ എൻഫീൽഡിൻ്റെ വർക്കും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ബോൾട്ടും കാര്യങ്ങളൊക്കെ ബാക്ക് ടു നോർമൽ ആക്കുകയാണ് ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട്. കുറച്ച് ദിവസമായിട്ടോ ഈ വർക്ക് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട്, പക്ഷേ ഇതിൻ്റെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് നല്ല ഫീവറും കഫൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ റീല് അപ്ലോഡ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഇപ്പോഴാണ് കേട്ടോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട കമൻറ്റിനും കൂടി റിപ്ലൈ കൊടുക്കാൻ പറ്റിയത്. പിന്നെ നമ്മൾ ബോൾട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു എൻജിൻ വിത്ത് ഗിയർ ബോക്സ് നമ്മൾ വണ്ടിയിലോട്ട് കണക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗിയർ ബോക്സ് ഫൗണ്ടേഷൻ നമ്മൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ആക്സിലും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു എൻജിനിലത്തെ ഗിയർ ബോക്സ് അസംബ്ലി നമ്മൾ മൊത്തമായിട്ട് വണ്ടിയിലോട്ട്, അതായത് ചേസിലോട്ട് കണക്ട് ചെയ്യും. ചേസിലോട്ട് കണക്ട് ചെയ്തതിൻ്റെ ഒരു ക്ലിപ്പാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ബാക്കി എല്ലാ ഫിറ്റിങ്സും നോർമലൈസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഗിയർ ബോക്സ് അസംബ്ലി എൻജിനും ചേസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. പിന്നെ നമ്മളിത് ബെൻ പൈപ്പും സൈലൻസറൊക്കെ കണക്ട് ചെയ്തു. ഇനി നമ്മൾ ആ ഒരു ടാങ്കും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് റെഡി ആവും കേട്ടോ. റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350 2010 മോഡൽ, ഓൾഡ് മോഡലാണ് കേട്ടോ. ഈ ഒരു വണ്ടിക്കാണ് നമ്മൾ ഗിയർ ബോക്സ് അസംബ്ലി ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ബ്രാൻഡ് ന്യൂ ഗിയർ ബോക്സ് അസംബ്ലി ആണ് കേട്ടോ നമ്മളിതിന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഫിറ്റിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പഴയ ഗിയർ ബോക്സിൻ്റെ അസംബ്ലി കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ അഴിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കേസും അതുപോലെ തന്നെ ഗിയർ വീലും കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആയിരുന്നു. പക്ഷേ നമ്മളത് പണിത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബ്രാൻഡ് ന്യൂ ഗിയർ ബോക്സ് അസംബ്ലി വാങ്ങിയിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും വണ്ടി നമ്മൾ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീനാക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റമറിന് നമ്മൾ ഇന്നോ നാളായിട്ട് കൊടുക്കും. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് രൂപം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം Garage 51.